നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അൻവറിന് പണി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അൻവർ ഇനി ആർക്കെതിരെ പോരാടുന്നുവോ അവർക്കും കൂടി പണി കിട്ടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ഇപ്പോൾ ഇതാ വരാൻ പോകുന്ന കക്കാടംപൊയിൽ അൻവറിൻ്റെ പാർക്കിലെ തടയണ പൊളിക്കാൻ പോവുകയാണ്. ആ നടപടി വേഗത്തിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് CPM ഭരിക്കുന്ന ആ പഞ്ചായത്തും. കാരണം മലപ്പുറം ജില്ലയിലെ കക്കാടംപൊയിലിൽ PV അൻവറിൻ്റെ ഉടമസ്ഥയിലുള്ള PVR നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ കുടരഞ്ഞി പഞ്ചായത്ത് നടപടികൾ തുടങ്ങുന്നു. കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാൻ CPM ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് തീരുമാനമുണ്ടാക്കുന്നു. തടയണ പൊളിക്കാൻ 8 മാസം മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും പഞ്ചായത്ത് നടപടി അത് വൈകിപ്പിക്കുകയായിരുന്നു. അവിടെ ഒരു രാഷ്ട്രീയം. 1 മാസത്തിനകം തടയണ പൊളിക്കണമെന്നായിരുന്നു അന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. പക്ഷേ അന്ന് അൻവർ CPMുമായി യോജിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അൻവർ CPMുമായി അകന്നതോടെയാണ് പഞ്ചായത്ത് ഇപ്പോൾ അതിവേഗം ഈ നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളത് പ്രസക്തമാണ്. അതിനിടെ ഈ പാർട്ടി നേതൃത്വത്തിനുമൊപ്പം തന്നെ സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ട് മുന്നോട്ട് പോകുന്ന PV അൻവർ ഇന്നും കോഴിക്കോട്ടൊരു പൊതുയോഗത്തിലേക്ക് സംസാരിക്കാനെത്തുകയാണ്. മുതലക്കുളം മൈതാനത്ത് വൈകിട്ട് 6:30 മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ടിട്ട് വിശദീകരണ യോഗത്തിൽ അൻവർ പങ്കെടുക്കും. ADGPക്കൊപ്പം CPMിനെ കൂടി ഈ കൂടുതൽ പ്രതിസന്ധിയിലാക്കുവാൻ അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുവാനുള്ള വലിയ പ്രസംഗമായിരിക്കും ആ വേദിയിലുണ്ടാകുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതും ഇന്ന് നടപ്പിലാക്കിയേക്കാം. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന മാമി എന്നു പേരുള്ള മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനത്തിലാണ് ഈ ADGP MR അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പങ്കുണ്ടെന്ന് PV അൻവർ കഴിഞ്ഞ ദിവസവും ആരോപിച്ചിരുന്നത്. ഫോൺ ചോർത്തൽ കേസിൽ PV അൻവറിനെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമെന്നൊക്കെയുള്ള വിവരം വരുമ്പോഴും നെടുങ്കണ്ടം സ്വദേശി തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയിലാണ് അത്തരത്തിലൊരു പോലീസ് നീക്കം ഇപ്പോൾ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തി എന്നൊക്കെയുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അൻവറിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസിൽ പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അൻവർ ഫോൺ ചോർത്തിയതിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ രേഖകൾ അത് തൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോഴും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ പരാതി നൽകിയതെന്ന് തോമസ് കെ പീലിയാനിക്കൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ മൊഴിയൊക്കെ എത്രത്തോളം ശക്തമാകുമെന്നും അറിയില്ല. അതേസമയം താൻ ഫോൺ ചോർത്തിയതല്ല, തനിക്ക് വന്ന ഫോൺ കോൾ റെക്കോർഡ് ചെയ്തതാണ് എന്നുള്ള അൻവറിൻ്റെ വിശദീകരണവും അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ടാകുന്നത് അൻവറിനോട് ഈ ചതി ഇപ്പോൾ ചെയ്തത് എന്തിനാണ്? ഇതിന് മുൻപേ ചെയ്യാമായിരുന്നല്ലോ. 8 മാസത്തിന് മുമ്പ് പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ അമാന്തമുണ്ടായിരുന്നത്? അല്ലെങ്കിൽ ആ പഞ്ചായത്ത് കൂടരഞ്ഞി പഞ്ചായത്ത് എന്തുകൊണ്ടാണ് അമാന്തം കാണിച്ചത്? ഇതിനുത്തരം പറയണം. ഇന്ന് മുഖ്യമന്ത്രിക്കും ADGPക്കുമെതിരെ അല്ലെങ്കിൽ സർക്കാരിനുമെതിരെ കർശന നിലപാടുകൾ PV അൻവർ സ്വീകരിച്ചപ്പോഴാണ് മാത്രമാണോ ഈ പറയുന്ന PV അൻവറിൻ്റെ ഉടമസ്ഥയിലുള്ള PVR നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കണമെന്ന് ഈ പഞ്ചായത്തിന് തോന്നിയത്? എന്തുകൊണ്ടാണ് മുമ്പ് തോന്നാതിരുന്നത്? ഈ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉന്നയിക്കുമ്പോൾ, പൊതുസമൂഹം ചോദിക്കുമ്പോൾ അതിനുകൂടി മറുപടി പറയുവാനുള്ള ബാധ്യത CPMനും ഈ സർക്കാരിനും പഞ്ചായത്തിനുമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇതിൻ്റെ അവമതിപ്പ് ഉണ്ടാകുന്നത് CPMന് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും PV അൻവറിനുള്ള പണി ഇതോടുകൂടി കിട്ടുകയാണ്. ഇനി അങ്ങോട്ട് ജയിൽവാസമോ ശിക്ഷയോ ഒക്കെ ആയി ചിലപ്പോൾ അൻവറിന് കഴിയേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.